ഒരു ഡോക്ടർ, ഒരു സർജൻ, അയാൾക്ക് 2 പേഷ്യൻസ് വന്നു. ഒന്ന് ഒരു കൊടും ക്രിമിനലാണ്, 3 കൊലപാതകം ചെയ്തിട്ടുള്ള ക്രിമിനലാണ്. വേറൊന്ന് 9 വയസ്സായിട്ടുള്ളൊരു സാധാരണ പെൺകുട്ടിയാണ്. 2 പേർക്കും ഇഞ്ചുറീസിൻ്റെ ലെവലൊക്കെ ഡിഫറെൻ്റ് ആണ്. അതിലെ ഈ ക്രിമിനൽ എന്ന് പറഞ്ഞ ആൾക്ക് മൈനർ ഇഞ്ചുറീസേ ഉള്ളൂ, സർജറി ചെയ്താൽ രക്ഷപ്പെടും. ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കലാണ്, ആൾമോസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററും ഒരു ഓപ്പറേഷൻ ബെഡും ഉള്ള വിചാരിക്കാം. ഈ ഡോക്ടർ ഡൈലമയിലാണ്, ഈ സർജൻ ഡൈലമയിൽ. ഈ എങ്ങനെ ചൂസ് ചെയ്യും? ഇത് നീ ഒരു 10 ആൾക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും അയാൾ ക്രിമിനൽ അല്ലേ, അയാളെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടീനെ സേവ് ചെയ്യണം എന്നുള്ള ആൻസർ വരും. നേരെ മറിച്ച് ഈ രണ്ടാമത്തെ ഈ പോയിന്റ് ഉണ്ടല്ലോ, കുട്ടീനെ സേവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറവാണ്, അയാൾക്കാണെങ്കിൽ സർജറി ചെയ്തിട്ട് സേവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുക ആ പെർസ്പെക്റ്റീവിലായിരിക്കും, കുട്ടിയെ സർജറി ചെയ്തിട്ട് കാര്യമില്ല, കുട്ടി സേവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറവല്ലേ, അപ്പോൾ ക്രിമിനലിനെ ആണല്ലോ സർജറി ചെയ്ത് സേവ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം നമ്മളുടെ ഇടയിൽ. സോ ഇത് കൃത്യമായിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാർക്കും അവർ ബിൽഡ് ചെയ്ത മനസ്സാക്ഷി വെച്ചിട്ട് ഇതിന് പറയുന്ന ആൻസേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും.